സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ ഡിവൈനിനോട് താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ് താങ്കളെപ്പോൾ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാർഡുകൾ എടുത്തിട്ട് എന്താണ് താങ്കളിപ്പോൾ പിടിച്ചു നിർത്തുന്നത്, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് റിസൾട്ട് കിട്ടുമെന്നാണ് ഇന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കട്ടെ. എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തുടക്കങ്ങൾ, സാമ്പത്തികമായിട്ട് നേടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാത്തത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. വിത്തിട്ടിട്ട് അതിൽ നിന്നും വേര് മുളയ്ക്കാത്തൊരവസ്ഥ. അപ്പോൾ സങ്കടത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഫിനാൻഷ്യലി ഒരു പ്രോഗ്രസ് ഇല്ലാത്തതാണ് താങ്കൾ ഒന്ന് പിന്നോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് എന്താണ് താങ്കളെ പിടിച്ച് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയപ്പോൾ അതും പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ്, അതായത് കിട്ടാനുള്ള ധനം കിട്ടാത്ത പ്രശ്നമാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ച സ്രോതസ്സിലൊന്നും പണം വരുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യലി ആണ് താങ്കളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പുതിയ തുടക്കങ്ങൾ കിട്ടുന്നുമില്ല, കിട്ടാനുള്ളത് കിട്ടുന്നുമില്ല. പക്ഷേ ഇതിനെ അതിജീവിക്കാൻ താങ്കൾക്ക് പറ്റുമോ, അല്ലെങ്കിൽ പറ്റിയാൽ എന്ത് റിസൾട്ടാണ് കിട്ടുക എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 3 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു വനിത ഒരു സർഫിങ്ങിന് വേണ്ടി ഇറങ്ങുന്നതാണ് കാണുന്നത് കടലിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വിനോദത്തിൻ്റെ കാർഡാണ്. അഭിനിവേശം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ റിസൾട്ട് എന്ന് പറയുന്നത് താങ്കൾക്ക് വിദൂര ഭാവിയിൽ ചെറിയ തോതിൽ, ഞാൻ ഭയങ്കരമായിട്ടെല്ലാം മാറുന്നു പറയില്ല, ചെറിയ തോതിൽ ഇത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നും അതിലൂടെ ഒരു യാത്ര പോകാനോ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളെ പിടിച്ചു നിർത്തുന്ന ധനം എന്ന് പറയുന്ന ആ ഒരു മൂലകത്തെ ഓവർകം ചെയ്യാൻ താങ്കൾക്ക് പറ്റട്ടെ. അങ്ങനെ ഒരു യാത്ര പോകാനും അതിലൂടെ ചെറിയ ഉന്മേഷവും ഉല്ലാസവും ലഭിക്കാൻ സാധ്യമാകട്ടെ അടുത്ത് തന്നെ. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.